നമ്മുടെ സെക്രട്ടറി പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാരെ, പ്രവാസി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വിപുലമായ രീതിയിലൊരു മീറ്റിംഗ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. കുറച്ച് നാളായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നില്ല. അതിന് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഓരോ ആഘോഷങ്ങളിൽ ഓണത്തിനും അതുപോലെ തന്നെ ക്രിസ്മസിനും ഒക്കെ നമ്മൾ ഇവിടെ വിളിച്ചു കൂടുകയും നമ്മുടെ ജില്ലാ സമ്മേളനവും അതുപോലെ ജില്ലാ കൺവെൻഷനും ഒക്കെ നമ്മൾ ഇടയ്ക്ക് നടത്താറുണ്ട്. കുറേ കാലമായിട്ട് നമ്മൾ ഇവിടെ സംഘടനയുടെ പരിപാടികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി ഒരു പരിപാടിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം നമുക്ക് ഇവിടെ കൂടാനുള്ള സൗകര്യങ്ങളുള്ളത് നമ്മൾ വെളിയിൽ പോകണമെങ്കിൽ നമ്മൾ ആളുകൾ വിപുലമായ രീതിയിൽ നടത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബുദ്ധിമുട്ടൊക്കെയാണ്. സംഘടന വളരെ മെമ്പർമാരുടെ കാര്യങ്ങളായാലും എല്ലാത്തിനും നമ്മുടെ ആൾക്കാർ കുറവാണ് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സംഘടന 1998 നമ്മൾ തുടങ്ങിയ സംഘടനയാണ് പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അതിന് മുമ്പ് നമ്മൾ കൊടുങ്ങല്ലൂരായിരുന്നു. അതിന് മുമ്പ് നമ്മൾ അവിടെ കുറേ നാളുണ്ടായിരുന്നു. ഈ 3 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളതോളം ഇപ്പോൾ 10 വർഷത്തോളമായി, 10 വർഷം കൂടുതലായി. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രവാസികൾക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിരക്കണക്കിന് 5000 ആൾക്കാർക്ക് നമ്മൾ പെൻഷനും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ പദ്ധതിയിൽ നമ്മൾ അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു സംഘടന. അതുപോലെ അവർക്ക് നമ്മൾ ചികിത്സാ സഹായം നൽകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ സംഘടന മുഖേനയാണ്. എല്ലാം ഇത്ര നാളും ഈ 2012 ക്ഷേമനിധി തുടങ്ങി 2009 അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ സംഘടനയുടെ മെമ്പർമാർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ 10,000 ആൾക്കാർക്ക് നമ്മൾ ക്ഷേമനിധി തന്നെ 5000 പേർക്കോളം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് പെൻഷൻ കിട്ടുന്നവർ തന്നെ 1,200, 2,000, 500, 3,000 പേർക്കോളം നമ്മുടെ ജില്ലയിൽ നമുക്കിപ്പോൾ പെൻഷൻ കിട്ടും നമ്മുടെ സംഘടനയിൽപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇന്ന് നല്ല രീതിയിലാണ്. നമ്മളിവിടെ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാ ജില്ലകളിലും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നമ്മൾ നമ്മുടെ സംഘടനയുടെ ഓരോ പ്രവർത്തനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ജില്ലാ കൺവെൻഷനുകളും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റന്നാൾ നമ്മൾ വലിയൊരു മീറ്റിംഗ്, മറ്റന്നാളല്ല വ്യാഴാഴ്ച നമ്മൾ ആലപ്പുഴയിൽ ഒരു മേഖലാ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് ഇന്നലെ എറണാകുളത്ത് നമ്മളൊരു സമ്മേളനം ഉണ്ടായിരുന്നു നമ്മുടെ സംഘടനയാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലെ ഇന്നലെ വൈകിട്ടായിരുന്നു ഇന്നലെയായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തീകരിച്ച് നമ്മുടെ സംസ്ഥാന സമ്മേളനം എടുക്കുന്നു. അടുത്ത ആഴ്ച ഒരു 3 മാസം 4 മാസത്തോടെ നമ്മൾ സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആരംഭം കുറിച്ചിട്ടാണ് നമ്മൾ ഈ കൺവെൻഷനുകൾ ആരംഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ ഒരു സമ്മേളനമാണ് നമ്മൾ ഒരു ജില്ലാ സമ്മേളനമായി കുറേ വലിയ വിപുലമായി വേണ്ട. നമ്മൾ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് വിപുലമായ രീതിയിൽ വേണ്ട. എന്നാലും നമുക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരെ വിളിക്കും. ഇപ്പോൾ ഏകദേശം ഇവിടെ അടുത്തുള്ളവരൊക്കെയാണ് നമ്മളെ കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് കൂടേണ്ട ചെയ്യുന്നു. നമ്മുടെ ആ സംഘടനയുടെ നിയോജകമണ്ഡലം കൺവെൻഷനുണ്ട്, അതുപോലെ ജില്ലാ കൺവെൻഷനുകൾ നടത്തുന്നു, അതുപോലെ ജില്ലാ സമ്മേളനം നടത്തുന്നു, സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നമ്മൾ വിപുലമായ നമ്മുടെ പത്തനംതിട്ടയിലാണ്. പ്രാരംഭ നടപടിയായിട്ടാണ് നമ്മൾ ഈ യോഗങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ധാരാളം ആൾക്കാർ നമ്മുടെ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ ആൾക്കാർ നമ്മുടെ പിള്ളേരെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തോട് രൂപത്തിനോട് പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊന്നും തടയിടാൻ നമുക്ക് പറ്റുന്നില്ല. കാര്യം എല്ലാവർക്കും ജോലി വേണം. നമ്മുടെ ഗവൺമെൻറ് എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ജോലിക്ക് വേണം. പിള്ളേർക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് അവർക്ക് ജോലി കിട്ടുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അവർ യൂറോപ്യൻ, ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് അവിടെ ജോലിക്ക് കയറുന്നതും അവരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക്
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് വളരെ നമ്മുടെ ഏജൻസി നല്ലതാണോ, യൂണിറ്റ് നല്ലതാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ടും അത് സുതാര്യമായ രീതിയിൽ പോകുന്നതാണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ അവരെയൊക്കെ പറഞ്ഞു വിടുവാൻ, അവരെയൊക്കെ നമ്മൾ അപേക്ഷിക്കാവുള്ളൂ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അങ്ങനെയുള്ള ധാരാളം കേസുകൾ നമ്മുടെ സമയത്ത് നമ്മുടെ ഓഫീസുകളിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കളിച്ച് അവിടെ നിന്ന് ജോലിയില്ലാതെ നടക്കുന്ന ആൾക്കാർ, ധാരാളം ആൾക്കാർ ജോലിയില്ലാതെ നമ്മുടെ പിള്ളേർ ഇഷ്ടപ്പെട്ട് അവിടെ കഴിയുന്നവരുണ്ട്. ചില UK നമ്മുടെ ഈ സാധാരണ ഈ പൈസ കൊടുക്കാതെ നടത്തുന്ന ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഭക്ഷണം മേടിക്കുവാനായിട്ട് നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ പോയിരിക്കുന്ന പിള്ളേർ, ജോലിയില്ലാതെ നിൽക്കുന്നവർ, ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആൾക്കാർ അവിടെ വലിയ ക്യൂ നിന്നാണ് ഈ ഭക്ഷണം ഫ്രീ ആയിട്ട് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതായിരിക്കും നമ്മളതൊന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ കിട്ടുന്നതാണെങ്കിൽ അവർ പോയി അത്രയും ക്യൂ നിന്ന് ആ ഫുഡ് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 1-2 യൂട്യൂബുകളിലും അവിടെ വന്നവരുടെയും പിന്നെ നമ്മൾ നേരിട്ട് ഞാൻ അവിടെ UK പോയി കാര്യങ്ങൾ അറിയാവുന്ന ഒരു വിദ്യാലയമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ, നമ്മൾ പോയി അന്വേഷിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, പിള്ളേരെ ആക്കുന്നുണ്ടെങ്കിൽ വിദേശത്തോട്ട് വിടുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കുന്ന യൂണിവേഴ്സിറ്റികൾ നല്ലതായിരിക്കണം. അവർക്ക് അവിടെ ആ യൂണിവേഴ്സിറ്റി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാകണം. അങ്ങനെയുള്ളിടത്ത് മാത്രമേ നമ്മുടെ കുട്ടികളെ വിടാവുള്ളൂ. അപ്പം ഞാനതൊന്ന് ഇവിടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് പലർക്കും ഇവിടെ 60 വയസ്സ് കഴിഞ്ഞാലുണ്ടോ പെൻഷൻ കിട്ടാത്തവരുണ്ടോ? പെൻഷൻ കിട്ടാത്തവരുണ്ട്. നമ്മൾ അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഓരോ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു 10 വർഷമായി നമ്മൾ ആ സമരം നടത്താൻ തുടങ്ങി. ഓർക്കയുടെ ഓഫീസിൽ നമ്മൾ തുടങ്ങിയ ആ സമരം ഇപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ വിപുലമായ രീതിയിൽ നമ്മൾ ഈ പെൻഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അവരുമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 10,000 രൂപ പെൻഷൻ കിട്ടും. 10,000 രൂപയുടെ അവരുടെ ആവശ്യം. പക്ഷെ നമുക്ക് പെൻഷൻ കിട്ടുന്ന ഒരു 3,000 രൂപ കിട്ടിയാൽ മതി നമ്മുടെ ആൾക്കാർക്ക്. കാര്യം അംശാദായം അടയ്ക്കാതെ 2,000 3,000 കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അത്രയെങ്കിലും രൂപ നമുക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. കാര്യം ധാരാളം പേര് തിരിച്ചു വന്നിട്ട് നമുക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അവർ നാട്ടിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അവർക്ക് വേണ്ട അറിവ് നമുക്ക് കിട്ടിയിട്ട് കാണത്തില്ല. അവർ ഉൾനാടൻ പ്രദേശങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, സൗദിയുടെ പല മലയാളങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് TV ഇല്ല, പത്രമില്ല. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ചേരാൻ പറ്റാതെ, പെൻഷന് ചേരാതെ, നോർക്കയുടെ ID കാർഡ് എടുക്കാതെയൊക്കെ ഇരുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ 60 വയസ്സ് വഴിച്ച് വരുമ്പോഴത്തേക്ക് അവർക്ക് പെൻഷനില്ല, അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ഓഫീസുകളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവാസികളാണ് പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാം നമുക്ക് സഹായിക്കേണ്ട, സംഘടനയിലെ മെമ്പർമാരായിട്ടുള്ളവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് പെൻഷൻ കിട്ടുവാൻ വേണ്ടിയുള്ള സമരങ്ങൾ നമ്മൾ ദീർഘകാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും പ്രാബല്യത്തിൽ വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്ന പരത്തിൽ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഒരു മീറ്റിംഗ് കൂടി അവിടെ പോയി കവയിൽ ഒരു സമരമോ മെഡിക്കലോ പോസ്റ്റ് ഓഫീസിൻ്റെ മെഡിക്കലൊക്കെ ഒരു സമരം നടത്തണം. ഞാനും വരാം. അപ്പോൾ അതിനുള്ളൊരു പരിപാടികളൊക്കെ എന്തെങ്കിലും ആവശ്യമില്ല. ചെറിയ രീതിയിൽ വലിയ പരിപാടികൾ വേണ്ട. നമ്മളൊരു 25-50 പേരെ മതി, 50 പേരെ പങ്കെടുപ്പിച്ചു. അപ്പോൾ നമ്മളിതിനു വേണ്ടി പ്രതിഷേധിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരറിയണം. അപ്പം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കാഴ്ചവെച്ച് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം നമ്മൾ സമരങ്ങൾ മുഖേന നേടിയെടുത്തതാണ് പ്രസ്ഥാനങ്ങളെല്ലാം. നോർക്കയുടെ കൊണ്ടുവന്നത് സമരത്തിലൂടെയാണ്, ക്ഷേമനിധി ബോർഡ് കൊണ്ടുവന്നത് നമ്മൾ സമരത്തിലൂടെയാണ്. അപ്പോൾ ആ സമരങ്ങളില്ലാതെ നമുക്കൊന്നും തരത്തില്ല, ഒരു കണ്ണു തുറക്കത്തില്ല. ഏത് ഗവൺമെൻറ് വന്നാലും സ്ഥിതി ഇത് തന്നെയാണ്. നമ്മൾ അതിനോട് ശക്തമായിട്ടുള്ള സമരങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായി. നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നമ്മളൊരു വലിയ പ്രൈം മിനിസ്റ്ററിന് നമ്മളൊരു വലിയൊരു പരാതി കൊടുക്കുകയാണ്. നമ്മളതിനു വേണ്ടി നിവേദനങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കൊടുക്കുവാനോ അല്ലാതെയോ കേന്ദ്രമന്ത്രിമാർ മുഖേന, കേരളത്തിലുള്ള കേന്ദ്രമന്ത്രിമാർ മുഖേനയായിട്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിവേദനം അവരുടെ ഇടയിൽ എത്തിക്കണം. കാര്യം ഇതുപോലെ തിരിച്ചു വന്നു പ്രവാസികൾ പ്രത്യേകം. കാര്യം നമുക്കറിയാം, പ്രവാസികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ പോയവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാര്യം ഇവിടെയൊക്കെ വന്ന് 2-3 വർഷം കഴിയുമ്പോൾ അവരൊക്കെ പാപ്പരായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് പ്രവാസികൾ. കാര്യം അവർ നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ പോയൊരു കുട്ടികളെ നോക്കുക, അവരെ പഠിപ്പിക്കുക, അല്ലെ അവരുടെ പെങ്ങന്മാരെയും അതുപോലെ തന്നെ അവർക്ക് അവരുടെ വീട്ടിലുള്ളവരെ സഹായിക്കുകയും
നമ്മൾ കിട്ടുന്ന പണം മുഴുവൻ നാട്ടിലോട്ട് അയച്ചു കൊടുത്ത് നമുക്ക് ബാങ്ക് ബാലൻസ് ഇല്ലാതെ തിരിച്ചു വരുന്ന ധാരാളം പ്രവാസികൾ അവർക്ക് പ്രായമാകുമ്പോൾ 60 വയസ്സാകുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഇവിടെ വരുമ്പോൾ സാമ്പത്തികമില്ലാതെ ബാങ്കിൽ പൈസ ഇല്ലാതെ കൈമലർത്തി പോകുന്ന ഒരു സാഹചര്യം, വീട്ടുകാരും തിരിഞ്ഞു നോക്കാതെ നാട്ടുകാരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം, നമുക്ക് പൈസ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടണം. പെൻഷൻ നമ്മൾ ശക്തമായിട്ട് നമ്മൾ പെൻഷന് വേണ്ടി സമരം ചെയ്യണം. അങ്ങനെയുള്ള നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കിതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ 60 കഴിഞ്ഞ് പ്രവാസികൾക്ക് പെൻഷൻ കിട്ടണമെന്ന് ആവശ്യമുണ്ട് നമ്മൾ സമരം നടത്തണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോകണം. കാര്യം അവർക്ക് സമയം ഇത് കിട്ടണം. ഇപ്പോൾ 60 വയസ്സിന് താഴെയുള്ളവർക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചികിത്സാ സഹായം കിട്ടും, മരണാനന്തര സഹായം കിട്ടും, വിവാഹ സഹായമൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ അവർക്ക് നോർക്കയുടെ ലോണ് അപേക്ഷിച്ച് അവർക്ക് കിട്ടാം. 60 വയസ്സ് കഴിഞ്ഞ് ചിലർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അങ്ങനെയുള്ള പ്രയോജനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രധാനം പെൻഷനാണ്. പെൻഷൻ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കറിയാം പെൻഷൻ കിട്ടുന്നവർ നമ്മുടെ സംഘടനയിൽ തന്നെ എനിക്ക് തോന്നുന്നു 10,000 പേര് പെൻഷൻ 8,000 പേരോളം പെൻഷൻ മേടിക്കും നമ്മുടെ സംഘടനയിൽ തന്നെ. അപ്പോൾ അവര് ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാര്യം ഈ ഒരു മാസം പെൻഷൻ കിട്ടിയില്ല എന്റെ ഫോണിൽ 100 പേരെ വിളിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ജീവിക്കുന്നവര്, അതുകൊണ്ട് മരുന്ന് മേടിക്കുന്നവർ, ജീവിക്കുന്നവരല്ല മരുന്ന് ജീവിക്കാനോടൊന്നും 3,000 രൂപ കൊണ്ടൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ 4,000 രൂപ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മാസത്തെ അല്ലെ 2 മാസത്തെ പെൻഷൻ കിട്ടാതെ വന്നു കഴിയുമ്പോൾ എന്റെ ഫോണിൽ നമ്മുടെ ഓഫീസുകളിലെല്ലാം കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യം സാറേ കിട്ടിയില്ല, അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന PR-മാര് സിറ്റിയൊക്കെ ആൾക്കാർ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യും. ഒരു മാസത്തെ പെൻഷൻ വൈകി കഴിഞ്ഞാൽ ഇപ്പൊ 2 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാനും പെൻഷൻ മേടിക്കുന്ന ആളാണ്. അപ്പം ആ പെൻഷൻ 2 മാസമായിട്ട് കിട്ടിയിട്ടില്ല. 2 മാസമായിട്ട് 1 മാസം എനിക്ക് കിട്ടിയിട്ടില്ല. ചിലർക്ക് കണ്ടിന്യൂ ആയിട്ട് 3 മാസം കിട്ടിയിട്ടില്ല. ഈ ഭാഗങ്ങൾ കുടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടാതെ വന്നവര് ധാരാളം പേരുണ്ട്, പെൻഡിങ് ഉണ്ട്. അപ്പം ആ വിളി കേൾക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ കേൾക്കുമ്പോൾ പേര് പറയാം. സ്ഥിരമായിട്ട് പെൻഷൻ മേടിക്കുന്നവർ 1000 പേരുടെ നമ്പർ എന്തെങ്കിലും ഉണ്ട് എൻ്റെ ഗ്രൂപ്പുകളിൽ, അല്ല അവരുടെ ഗ്രൂപ്പിൽ അവർ മെസ്സേജ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം അവർക്ക് പെൻഷൻ കിട്ടുന്നത്. എന്തുകൊണ്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നത്? ഈ 3000-ന് വേണ്ടി അവർ 6-ാം തീയതി കഴിഞ്ഞ് അല്ലെങ്കിൽ 12-ാം തീയതി പെൻഷൻ വീഴുന്നവർ 13-ാം തീയതി പെൻഷൻ കിട്ടിയില്ല, 14-ാം തീയതി നമ്മളെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാൻ പറ്റും. അവർ വിളിച്ച് സീരിയസ് ആയിട്ട് നമ്മളെടുത്ത് പറയുന്നത്. അപ്പോൾ അതുപോലും മറ്റവർക്ക് കിട്ടാത്തവരുടെ സ്ഥിതി എത്തുക, അതിന് ബുദ്ധിമുട്ടായിട്ടുള്ളവർ, പ്രായമുള്ളവരാണ്, കുറച്ചും കൂടെ പ്രായമുള്ളവരായിരിക്കും കിട്ടാത്തവർ. അപ്പോൾ അവർക്ക് പെൻഷൻ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കാതെ പോയില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതിലോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ നമുക്കറിയാം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം പിള്ളേരെല്ലാം നമ്മുടെ കുട്ടികൾ 3-4 നമ്മുടെ ഈ നമ്മുടെ ഈ കോവിഡ് വന്നതിന് ശേഷം പിള്ളേർക്കെല്ലാം നമ്മൾ വലിയ വില കൂടി 10,000-10,000 രൂപ വിലയുള്ള ഇത് മേടിച്ചു കൊടുത്തു. മൊബൈൽ പഠിച്ചോളൂ. ഇതിനകത്ത് നടക്കുന്നത് യൂട്യൂബും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ ചാനലും, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ, പല പല വൃത്തികെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ അതിനകത്ത് വന്ന് പിള്ളേരിതെല്ലാം പഠിച്ച് നമ്മുടെ നാടിനെ രീതിയിലോട്ട് ഏത് രീതിയിലോട്ട് പോകുന്നുള്ളത് നമുക്കൊരു കാരണം അറിയില്ല. പക്ഷേ ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. അവരെ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് വലിയൊരു ഘട്ടങ്ങളിലേക്ക് പോവുക. കാര്യം ഈ കുട്ടികളെല്ലാം ഇപ്പം 5 വയസ്സും 10 വയസ്സുള്ള പിള്ളേർ, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ് കഴിഞ്ഞാൽ 4-ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പഴയ LPS, നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് LPS ആയിരുന്നു 4-ാം ക്ലാസ് വരെ. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേരുടെ എല്ലാം ഫോണുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യവും കൂടെ, നമ്മുടെ കേരളവും കൂടെ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുവരണമെന്നുള്ള നമ്മുടെ ആവശ്യം. കാര്യം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ, ലോകത്തിലെ ഓസ്ട്രേലിയയിൽ മാത്രം 16 വയസ്സ് കഴിഞ്ഞാലുള്ള അവരുടെ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിയമം കൊണ്ടുവന്നവർ ഓസ്ട്രേലിയ നമ്മുടെ ഈ ലോകത്തിലെ ഏക രാജ്യം. കാര്യം അതുപോലെ വഷളായി പോകുന്നു എന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. നമ്മളെ ഗവൺമെൻറ് അതിനൊരു തീരുമാനം എടുക്കണം. നമ്മുടെ ഗവൺമെൻറ് അതിന് സ്റ്റോപ്പ് ചെയ്യണം. പിള്ളേർ 16 വയസ്സെന്ന് പറഞ്ഞാൽ 16 വയസ്സ് കഴിഞ്ഞാൽ ഫോൺ കൊടുക്കാവുള്ളൂ. ഇപ്പം 16 വയസ്സിൽ നമ്മുടെ ഈ ഫോൺ ഇരുന്ന് കഴിഞ്ഞാൽ
ഇവരൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആവും. ഇതിനകത്ത് 16 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് 16, 17 വയസ്സും 15 വയസ്സൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് എക്സ്പേർട്ടായി ഇവർ പിള്ളേർ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഫോണിൽ കൂടെയാണ് ഈ ലഹരി വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഈ ഫോണിൽ കൂടെയാണ്. അത് ഈ കുട്ടികളാണ് കൂടുതൽ. അതുപോലെ സ്റ്റുഡൻസ്, സ്കൂളിൽ പഠിക്കുന്നവർ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജ് വിദ്യാർത്ഥികൾ, അവരുടെ ഇടയിലെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് അതൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം മാതാപിതാക്കൾ അത് ശ്രദ്ധ പിള്ളേരുടെ പോക്കും വരവും, അതുപോലെ അവരുടെ പുസ്തകങ്ങളെ അവരുടെ പഠിക്കുന്നത് എന്താണെന്നുള്ളതും അവരുടെ ജീവിതം, അവരുടെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം എന്നുള്ളത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഇതുമൂലം ദുഃഖം അനുഭവിക്കുന്ന ധാരാളം മാതാപിതാക്കൾ പിള്ളേർ ഈ രീതിയിൽ വലിയ ചരസും കഞ്ചാവും ഒക്കെ കഴിച്ച് അവരൊക്കെ അതിലും വലിയ മരുന്നുകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അതെല്ലാം അതും വില കൂടിയ മരുന്നുകൾ, വില കൂടിയ ഈ സാധനങ്ങളാണ് മേടിച്ച് അതിന് ഒരു പൊടിക്ക് തന്നെ 1000, 2000, 3000, 4000 രൂപ വിലയുള്ള കുട്ടികളൊക്കെ അത് എവിടുന്നെങ്കിലും ബുക്ക് മേടിക്കാനാണ്, അത് മേടിക്കാനാണ്, ഡ്രസ്സ് മേടിക്കാനാണ് പറഞ്ഞ് കാശ് മേടിക്കുന്നത് സാധനം മേടിച്ച് കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ പ്രദേശം കേരളം, പ്രത്യേകിച്ച് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കുന്ന നിയമം അത് കേരളത്തിലും ബാധിക്കണം, കേന്ദ്രത്തിലും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രം. കാര്യം നമ്മുടെ പിള്ളേരൊക്കെയാണ്, കാര്യം നമ്മുടെ പ്രവാസികളായിട്ടുള്ള കുട്ടികളാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ചെയ്യുന്നത്. കാര്യം അവരുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മ വിദേശത്തായിരിക്കും. അപ്പോൾ പണമുണ്ട്, അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അയച്ചു കൊടുക്കുന്ന പണം പിള്ളേർക്ക് നേരിട്ട് അയച്ചു കൊടുക്കുക, സ്കൂളിലോട്ടും കോളേജിലോട്ടൊക്കെ. അപ്പോൾ അവരുടെയിലോട്ടാണ് ആ കാശ് കിട്ടുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ നമ്മൾ ഡ്രാഫ്റ്റ് എടുത്ത് പൈസ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ ആ പിള്ളേർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹിച്ച് തുമ്പിച്ച് അവരാ കാശ് മേടിച്ചുകൊണ്ട് പോയി ഇതുപോലെയുള്ള ദ്രവ്യങ്ങൾ വാങ്ങിച്ച് കഴിച്ച് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിള്ളേർക്കാണ് കൂടുതലുണ്ടാകുന്നത്. പ്രവാസികളുടെ ഞാൻ യുവതലൊക്കെ എല്ലാ പ്രവാസി മീറ്റിങ്ങുകളിലും ഞാനിതൊക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. കാര്യം നമ്മുടെ പിള്ളേർക്കും ഇതുണ്ടാകരുത്, ഇനിയുള്ള പിള്ളേരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ പറയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നമ്മളത് വേറൊരു രീതിയിലൂടെയുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് നമ്മളിപ്പം അടൂരൊരു മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി. നമ്മുടെ നിയോമണ്ഡലം കൺവെൻഷനാണ്. അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടെ നമ്മൾ നടത്തിയായിരുന്നു. അപ്പം അവിടെ ഒരു DSP വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നമ്മൾ വളരെ നല്ല ഉപദേശമാണ് അത് കൊടുക്കുന്നത്. അപ്പം നമുക്കുമൊക്കെ അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ ഈ പോലീസുകാരുടെ പ്രത്യേക നിർദ്ദേശങ്ങളും പ്രത്യേക ക്ലാസ്സുകൾ എടുക്കാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലുള്ള യോഗങ്ങളിലും അതുപോലെ വലിയ യോഗങ്ങളിലും അതുപോലെ സ്കൂളുകളിലൊക്കെ അവർക്ക് ഈ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം DSPമാരും അതുപോലെ CI പോലീസ് ഉദ്യോഗസ്ഥർ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവരെ എങ്ങനെയായാലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട്, മാതാപിതാക്കളെയും കുട്ടികളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് പോകാതെ അവരെ അതിനകത്തുനിന്ന് ഊരിയെടുത്തുകൊണ്ട് വന്ന് അവരെ ഈ സാധനം ഉപയോഗം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിച്ച് പറയാം. ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ SP ഇവിടുത്തെ DSP ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കും മാതാപിതാക്കൾക്കും കുട്ടിക്കും ഒരു രോഗവും ഇല്ലാതെ ഒരു സുരക്ഷിതമായ രീതിയിൽ അത് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ട് നമ്മുടെ ജില്ലകളിൽ എല്ലാ രോഗങ്ങളും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറയാം, അല്ലെങ്കിൽ ഇവിടുത്തെ DSP ആയിട്ട് നമുക്ക് ബന്ധപ്പെടാം. അപ്പോൾ അവർ ബന്ധപ്പെട്ട് അവരെ വിളിച്ച് മാതാപിതാക്കളെ കുട്ടിയെ വിളിച്ച് അതിന് വേണ്ട ബോധവൽക്കരണം, അതിനുള്ള പ്രത്യേക ക്ലാസ്സുകൾ, പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അപ്പം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ട് ഞാൻ സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞു. ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിനകത്ത് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കുന്നവരാണ്, ലോൺ എടുക്കുന്നുണ്ടോ ഇതിലൊക്കെ? സബ്സിഡി ലോണുണ്ട്, സബ്സിഡി ലോണൊക്കെ എടുത്തിട്ടുണ്ടോ ഇല്ല? അപ്പോൾ നമുക്ക് ലോൺ കൊടുക്കുന്നുണ്ട് ചെറിയ ബിസിനസ്സുകൾ നടത്താൻ. കൂടുതലുള്ള ലോണുകളൊന്നും എടുക്കരുത്. കാര്യം നമുക്ക് തിരിച്ചടയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. തിരിച്ചടയ്ക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകണം. കാര്യം നമ്മൾ ഈ പൈസ എടുത്ത് വലിയ തുക 10, 15, 20 ലക്ഷം രൂപ എടുത്ത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും മേഖലയിലുള്ള ബിസിനസ് മാത്രമേ നടത്താവൂ. ചിലരൊക്കെ കാശ് മേടിച്ച് 30 ലക്ഷം 25 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് ബിസിനസ് നടത്തി 6 മാസം കഴിയുമ്പോൾ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. 6 മാസം കഴിയുമ്പോൾ ഇല്ല 1 വർഷം കഴിയുമ്പോൾ
അത് അവർക്ക് അത് പിന്നെ ആ ബിസിനസ്സുമായിട്ട് പോകാനുള്ള കാര്യങ്ങളും അതിൻ്റെ ആ ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടും അതിന് അറിവില്ലായ്മ കൊണ്ടുമാണ് അതുപോലുള്ള ബിസിനസ്സുകൾ. പിന്നെ നമ്മൾ ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് കാശ് മുടക്കിയ ആൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ പൈസ കിടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിലരൊക്കെ അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ പോകും. ആ ഏൽപ്പിക്കുന്ന ആൾക്കാർ ആ പൈസയായിട്ട് പോകുന്നൊരു സാഹചര്യം പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ചിലരൊക്കെ ഈ പൈസ മുടക്കിയിട്ട് അവർ കാശ് മുടക്കി നമ്മൾ ഇവിടുന്ന സ്ഥലത്ത് കോട്ടത്താണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരാഴ്ച രണ്ടാഴ്ച അവിടെ കിട്ടി 2-3 ആഴ്ചക്കുള്ളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളേതായിട്ടുള്ള കുറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ് ഇത് ഈ പെൻഷൻ മേടിച്ച് പെൻഷന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പെൻഷന് വേണ്ടി ചിലർ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം 10-36 രൂപ 3 രൂപ വെച്ചാണെങ്കിൽ 36,000 രൂപ അവർക്ക് ഒരുമിച്ച് കൊടുക്കണം ഗവൺമെൻറ്റിന്. അപ്പം ഈ പൈസ ഒരുമിച്ച് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണും ഗവൺമെൻറ്റിന്, അല്ല ബോർഡിന് ആ ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ടാണ് താമസിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഇവർ. അപ്പം നമ്മൾ എത്രയും കറക്റ്റായിട്ട് നമുക്ക് 60 പൈസ ആകുമ്പോൾ നമ്മൾ എത്രയും കറക്റ്റായിട്ട് പൈസ കൊടുത്ത് അത് എത്ര എളുപ്പം നമ്മൾ കൊടുത്ത് അത് 6 മാസം 7 മാസം കൊണ്ട് നമ്മൾ ആ പെൻഷൻ കിട്ടാനുള്ള സൗകര്യം. അല്ല നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ പൈസ അടയ്ക്കുന്നത് നമുക്കറിയാം. 60 പൈസ ആകുമ്പോൾ നമുക്കറിയാം. 60 പൈസ ആകുന്നതിന് അന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകൾ കൊടുക്കണം. അതുപോലെ തന്നെ എന്ത് ഇപ്പം എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പല കാര്യങ്ങളിൽ നമുക്ക്. പക്ഷെ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മൾ ലേറ്റ് ആക്കിയിട്ട് ഒരു കാര്യങ്ങളും ഒന്നും ലേറ്റ് ആക്കുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെയ്യാത്ത കാര്യങ്ങൾ കോട്ടയത്തു നിന്നും അപ്പോഴേ തന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ കോട്ടയത്തു നിന്ന് തന്നെ അവിടെ 3-4 സ്റ്റാഫിനാണ് നമ്മൾ ഇത് വേണ്ടി ഓൺലൈൻ ചെയ്യാൻ വേണ്ടി മാത്രം വിജയിക്കുന്നത്. അപ്പം എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ 6 മാസം മാർച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം 9 മാസമായില്ലേ? ഡിസംബർ 10-ാം തീയതി മെസ്സേജ് വന്നിട്ടുണ്ട് അപ്രൂവ് ആയി. എത്രാം തീയതി വന്ന്? ഡിസംബർ 10-ാം തീയതി കഴിഞ്ഞോ? ഡിസംബർ 10 അപ്രൂവൽ ആയെന്ന് പറഞ്ഞു. ഇത് 7-9 മാസം മുമ്പ് കൊടുത്ത ഗതിയാ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം പിന്നെ അപ്പം അപ്രൂവലായി എന്ന് പറയുന്നത് വന്ന് ഇനി എത്ര നാളത്തെ കഴിഞ്ഞ ക്യാഷ് ബാങ്കിലോട്ട് ചെക്ക് നമുക്ക് ബാങ്കിൽ പൈസ പണം വീഴുന്നതോടെ നമ്മൾ നോക്കണം. അപ്പം ഇത് ഗവൺമെന്റിന് ഒരു പരിധിവരെ ഗവൺമെന്റ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ക്ഷേമനിധി ബോർഡിന് പൈസയുണ്ട്, പൈസകളുണ്ട്. അവർ ഇത്രയും പൈസ നമ്മൾ കൊടുക്കും. ഗവൺമെന്റ് ഓരോ ബഡ്ജറ്റിലും ഇത്രയും കൂടെ കിട്ടും. ക്ഷേമനിധിയിൽ കിട്ടുന്നില്ല. പെൻഷൻ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. പെൻഷന് മുമ്പ് നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് 3 വർഷം അടയ്ക്കണം. നമ്മൾ പൈസ അടച്ചതിന് ശേഷം നമുക്ക് 3 വർഷത്തിന് ശേഷമേ ഉള്ളൂ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ആനുകൂല്യങ്ങളൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷം കഴിഞ്ഞെങ്കിൽ പറ്റത്തില്ല. 10 വർഷത്തിന് മുന്നേ ആണെങ്കിൽ നമുക്ക് നോർക്കയിൽ അപേക്ഷിക്കാം. 10 വർഷം ആയിട്ടില്ല. ആയില്ലെങ്കിൽ നമുക്ക് നോർക്കയിൽ അപേക്ഷിക്കാം. പക്ഷെ സമ്മാനം നമ്മുടെ 1.5 ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് അവരോട് പറഞ്ഞ് നമ്മൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് പറയണത് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസത്തിലുമാണ്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഇത് അക്ഷയ സെന്റർ മുഖേന ചെയ്യുന്നത് അവരൊരു തുക വെച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് നോക്കി ചിലർ കൊടുക്കുക. പക്ഷെ അവിടെ ചെന്നാലും വില്ലേജ് ഓഫീസർ അത് നേരെ ഇരട്ടി പ്രവാസി എന്ന് പറയുമ്പോഴത്തേക്ക് 50 രൂപ ഉള്ളവർക്ക് 2 ലക്ഷം 3 ലക്ഷം എഴുതി കൊടുക്കുന്ന സാഹചര്യം. ഈടെ കോട്ടയത്ത് ഒരു ബുദ്ധിമുട്ടുള്ള പാർട്ടിയാണ്. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവർ 3 ലക്ഷം രൂപ എഴുതി കൊടുത്തു. അപ്പം പുള്ളിക്ക് അറിയത്തില്ല. പുള്ളിയോട് പറഞ്ഞു. അപ്പം 1 ലക്ഷം എഴുതിയിട്ട് താഴെ വ്യക്തി ഇത് വരുമാനം എന്ന് പറഞ്ഞിട്ട് 1,40,000 എഴുതി കൊടുത്തു. അപ്പം ഞാൻ ആ വില്ലേജ് ഓഫീസിലെ വിളിച്ച് പറഞ്ഞു ഇത് കൊടുക്കണം. അതിൻ്റെ സാഹചര്യം വളരെ മോശപ്പെട്ടതാണ്. അവർക്ക് ജോലി ഇല്ലാതിരിക്കുന്നവർ നാട്ടിൽ വന്ന് ജോലിയില്ലാതെ ബുദ്ധിമുട്ട് ഇറങ്ങിയിരിക്കുന്ന പുള്ളി ഈ ഷുഗർ കാണുന്നു, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ എല്ലാ അസുഖങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. ഞാൻ വില്ലേജ് ഓഫീസറുമായിട്ട് സംസാരിച്ച് അവർ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ച് നമ്മൾ അതിനും വലിയ രീതിയിൽ സംസാരിച്ച് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അവർ ആദ്യം ഒന്ന് കൊടുത്തു. പിന്നെ അത് സർട്ടിഫിക്കറ്റ് പേര് ഇവിടെ നമ്മൾ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് 1,40,000 എന്ന് എഴുതിയിരിക്കുന്നത് വ്യക്തിക്കുള്ള മുകളിൽ അവർ 3 ലക്ഷം എഴുതിയിട്ട് അടിയിൽ വ്യക്തിക്കുള്ള വരുമാനം കൂലി 1,40,000 എഴുതി. അത് പിന്നെ തിരിച്ച് 1,40,000 മുകളിൽ അത് മാറ്റി 3 ലക്ഷം ഒന്ന് മാറ്റിയിട്ട് 1,40,000 ആക്കി കൊടുത്തു. രണ്ടാമത് കൊണ്ട് കൊടുപ്പിച്ചു. ഞാൻ നേരിട്ട് പിന്നെ ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു ഓഫീസറെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം. കാര്യം പ്രവാസികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ വിചാരം
പിന്നെ അവർക്ക് വില്ലേജ് ഓഫീസിലെ ക്ലർക്കുമാർക്കും അതുപോലെ ഓഫീസർക്കൊക്കെ നമ്മുടെ വീടിനെ പറ്റിയൊക്കെ അറിയാവുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർ നോക്കുമ്പോൾ നമ്മുടെ വീട് വലിയതാണ്. അതേപോലെ അല്ലെങ്കിൽ ഒരു ബൈക്ക് കാണും, അല്ലെങ്കിൽ ഒരു കാറ് കാണും, നമ്മുടെ പഴയ കാറ്, പണ്ട് നമ്മൾ മേടിച്ചൊരു കാറ് കാണും പഴയ വീട്ടിൽ. അപ്പോൾ അതുണ്ടെങ്കിൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് വരുമാനമുള്ളൊരു കാലത്ത് നമ്മൾ 2 നില വീട് വെച്ചു. 2 നില വീട് എന്ന് പറയുമ്പോൾ ഓഫീസർമാരൊക്കെ പലയിടത്തുനിന്നും ട്രാൻസ്ഫർ ആയി വരുന്നവർ, അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അവർ നോക്കുമ്പോൾ റേഷൻ കാർഡ്, പിന്നെ നമ്മളോട് അവിടുത്തെ കളക്ടറിനെ വിളിച്ച് ചോദിക്കുന്നത് ഇവരെങ്ങനെയുണ്ട്, വീട് എങ്ങനെയുണ്ട്, അവിടുത്തെ കാറുണ്ടോ, അവർക്ക് സൗകര്യം എങ്ങനെയുണ്ടോ, അങ്ങനെയല്ല അവർക്ക് അറിയാവും. ഓരോ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഏകദേശം ഒക്കെ ആൾക്കാർക്ക് അറിയാം, അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനൊക്കെ അറിയാം, വില്ലേജ് ഓഫീസിൽ. അപ്പം ആ രീതി വെച്ചുകൊണ്ടാണ് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ വീടുണ്ട്, കാറുണ്ട്, പ്രവാസിയാണ്. അപ്പോൾ പ്രവാസി ഇതിൻ്റെ അകത്ത് റേഷൻ കാർഡിൻ്റെ അകത്ത് പ്രവാസിയാണ്. അപ്പോൾ എഴുതി വന്നു 3 ലക്ഷം 2 ലക്ഷം എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുക. അപ്പോൾ ആ സാഹചര്യത്തേക്ക് അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ പ്രത്യേകം പറയണം. നമുക്ക് ഒരു വരുമാനവും ഇല്ല, നമ്മൾ തിരിച്ചു വന്ന് നമ്മളെ സീറോയാ, ബാങ്ക് സീറോയാ, ഒന്നുമില്ല. നമുക്ക് നമ്മളെ കണ്ടാൽ പഴയ കാറ് അവിടെ കണ്ടിട്ടുണ്ട്, വേണേൽ എടുത്തിട്ട് നോക്കണം പോയത്, അല്ലെങ്കിൽ ഓടാത്ത ബൈക്ക് കാണും അവിടെ, അത് എടുത്തോണ്ട് നോക്കണം പറയാ. നിങ്ങളെടുത്തോണ്ട് പോകാൻ പറയാം. ടൈൽസ് കിട്ടത്തില്ല, AC വെച്ചാൽ കിട്ടത്തില്ല, ടൈൽസ് ഇട്ടത് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് വെച്ച ഇട്ട വീടുകൾ നമ്മുടെ പണ്ട് പൈസയും ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ആ ആഗ്രഹം കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ പ്രത്യേക ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമുക്കൊരു വീട് വേണം, കാറ് വേണം എന്നൊക്കെയുള്ള പണ്ടത്തെ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് പിള്ളേരുടെ നിന്നും ആൾക്കാരുടെ നിന്നും കടം മേടിച്ച് ഇവിടുത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വർണ്ണമൊക്കെ പണയം വെച്ചായിരിക്കും നമ്മളൊരു വീട് വെക്കുന്നത്, നമ്മുടെ ആഗ്രഹം. പക്ഷെ ഈ ആഗ്രഹം നമ്മുടെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് 2 വർഷം 1 വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ജോലി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ 60 വയസ്സാകുന്നത് കഴിഞ്ഞായിരിക്കും. അത് അന്നേരം നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ പൈസ ഇല്ലാതെ നാട്ടിലോട്ട് വരുന്നത്, കുറച്ച് പൈസ ബാങ്ക് അവിടുന്ന് കിട്ടുമായിരിക്കും നമ്മുടെ കമ്പനിയിൽ നിന്ന്. പക്ഷെ ആ പൈസയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പൈസ ഇവിടെ നാട്ടിലോട്ട് കൊടുത്ത് 2 വർഷം കഴിയുമ്പോൾ ചെലവിന് പൈസ ഉണ്ട്. 2 വർഷം കഴിയുമ്പോൾ നമ്മൾ വാപ്പരായി. സാറേ ഇതിന് വേറൊരു ഇതിപ്പോ ഈ മാനദണ്ഡങ്ങൾ നോക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഇതിനെ മാറ്റിയിട്ട് ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോളേജ് അഡ്മിഷൻ, ഒരു സ്കൂളിലോ അഡ്മിഷനൊക്കെ നമ്മളിപ്പോ നിലവിൽ ഏകജാലകം എന്ന് പറഞ്ഞൊരു സംവിധാനം നിലവിലുണ്ടല്ലോ. ഒരു വ്യക്തിയുടെ നമ്മുടെ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇന്ന് അവൈലബിൾ ആണ്. ആ വ്യക്തിയുടെ സാമ്പത്തികം എന്തൊക്കെയുണ്ട്, അയാളുടെ അതിൽ എന്തോരം പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ആ മാർഗം യൂസ് ചെയ്തുകൂടാ? എന്തിനാ അവര് ഈ വളഞ്ഞ വഴി നിങ്ങളുടെ അത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക, അത് ഹാജരാക്കുക. പ്രവാസി എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്ക് ഭയങ്കര ഗുണമുള്ള പാർട്ടിയാ. നമ്മളൊക്കെ സാധാരണ നമ്മൾ ഈ നാട്ടിലുള്ളവരെക്കാട്ടും ഒരു വ്യത്യസ്തരായിരിക്കും നമ്മൾ പ്രവാസികളൊക്കെ. നമ്മൾ ഇത്തിരി ഒരുങ്ങിയും കാര്യങ്ങളും ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നതായിരിക്കും. ദൈവം കാശുള്ളവനാണ്. നമ്മൾ സാധാരണക്കാർ പൈസ ഇല്ലാത്തവരെക്കാട്ടും നമ്മൾ നല്ലതായിട്ടൊക്കെ പൈസ ഇല്ലെങ്കിലും പോക്കറ്റിൽ നമ്മൾ ചിലപ്പോൾ ചോറ് നമ്മൾ ആഹാരം കഴിച്ച് കാണത്തില്ലെന്ന്. അന്നേരം നമ്മൾ ആ പഴയ രീതിയിൽ നമ്മൾ ജോലി ചെയ്ത രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ. ഞാൻ പറഞ്ഞു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം നമ്മൾ അവര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ മേഖലകളിലെല്ലാം നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് കൊടുക്കും. നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇരുത്തി നമ്മൾ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ അവരോടൊക്കെ ഇത് തുറന്നു പറയുക. ഒരു ആനുകൂല്യമൊക്കെ ഈ പ്രവാസി കിട്ടുന്നില്ല. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പോലെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും സാറ് പറഞ്ഞ പോലെ കാറോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടോ? നമ്മളൊരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോ എന്ത് കാറുണ്ടോ, അത് കാറുണ്ടോ സൈക്കിളുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവര് പാർട്ടിയിൽ നിന്ന് കൊണ്ട് തന്ന പോലെയാണ് ഈ പറയണത്. നമ്മള് കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനുകൂല്യമില്ലെന്നോ. കുറച്ച് മാറി വില്ലേജ് ഓഫീസുകളിൽ, സാധാരണ താലൂക്ക് ഓഫീസുകളിലൊക്കെ പ്രവാസികളോട് കാണിച്ച പണ്ടുള്ള അമർഷം ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഇവർക്ക് കാശ് മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. എല്ലാവരും കാശ് മേടിക്കുക. ഇപ്പൊ കൂടുതലും നമ്മുടെ ഈ അക്ഷയ സെന്റർ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വലിയ തീർച്ചയായിട്ടും തന്നെ വന്നതിനുള്ള ഒരു കാശ് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് സുതാര്യമായ രീതിയിലാണ് താലൂക്ക് ഓഫീസുകളും കാര്യങ്ങളും. പിന്നെ പ്രവാസികളെ പറ്റി ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഇപ്പം പഴയതുപോലെ എല്ലാം കാശില്ല തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിലായിരിക്കണം. യൂറോപ്പിൽ നിന്ന് വന്നാലും സ്ഥിതി തന്നെ. ഏത് രാജ്യങ്ങളിൽ വന്നാലും അമേരിക്കയിൽ നിന്ന് വരുന്നവരും പട്ടിണി കിടക്കുന്ന ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇവിടെ വരുമ്പോൾ പൈസ തീരും അവരുടെ. കിസാൻ സമ്മാൻ നിധിയിൽ ഞാനിതുപോലെ അപേക്ഷ വെച്ചു. അവർ ഇൻസ്പെക്ഷൻ വരുന്നു പറഞ്ഞ വില്ലേജ് ഇൻസ്പെക്ഷൻ വരുന്നു പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അവനെ വില്ലേജിൽ ചെന്ന് സംസാരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോ അതിന് മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ ജോലി ചെയ്യണമെന്നൊക്കെ പറ്റി. ഞാനൊരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞു. ഇത് കൂടാണ്ട് അവരന്വേഷിച്ചിട്ട് നമ്മുടെ അപേക്ഷ അവര് ക്യാൻസൽ ചെയ്തു. കിട്ടിയില്ല. എന്തുകൊണ്ട് ആകപ്പാടെ നമുക്ക് ആ 37 സെന്റ് സ്ഥലമുള്ളത്, അതിന്റെ ഉള്ളിലേക്കാണ് നമ്മളൊരു അപേക്ഷ. അതാണ് നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി.
ഒരു 2 നില വീടെന്ന് പറയാം, വീടിന്റെ മുകളിൽ ഒരു രണ്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 നില വീടിന്ന് പ്രത്യക്ഷത്തിൽ കണ്ടാൽ പറയാം, അത്ര തന്നെ ഉള്ളൂ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു പക്ഷെ അതൊക്കെ കുറച്ച് മാറി വരുന്നൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി എല്ലാ മേഖലകളിലും നമ്മൾ എല്ലാ വേദികളിലും നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മന്ത്രിമാരെയും അതുപോലെ മുഖ്യമന്ത്രിയൊക്കെ നമ്മൾ വലിയ മീറ്റിങ്ങുകളിലൊക്കെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ബോർഡായാലും ഫാമിലി ബോർഡായാലും അത് നേതാക്കന്മാരായാലും ഓർക്കയുടെ ഡയറക്ടർമാരാണെങ്കിലും ഒക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഘട്ടം മാറി മാറി വരുന്നുണ്ട്. ഇപ്പം പൊതുവെ പ്രവാസികളോട് കുറച്ച് താല്പര്യവും ഈ ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പൈസ കൊടുക്കാതെ ഒരു കാര്യം അവർ സാധിച്ചു തരത്തില്ല. നമ്മൾ തല കുറഞ്ഞ് നിൽക്കണം അവിടെ പോയിട്ട് ഓരോ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ അതിനൊക്കെ ശക്തമായിട്ട് നമ്മൾ എതിർത്തും പത്രങ്ങളിലൊക്കെ വാർത്തകൾ കൊടുത്തും വില്ലേജ് ഓഫീസിന് വേണ്ടി നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കർക്കശമായിട്ട് നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോൺ കൊടുക്കാത്ത കേസുകളിൽ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. പല ബാങ്കുകളിൽ പോയിട്ട് സമരം കൊടുക്കാതെ ചില ബാങ്കുകളിൽ നമ്മുടെ പ്രവാസികൾക്ക് ലോൺ കൊടുക്കുന്നില്ല. അവർക്ക് ലോൺ കൊടുക്കാം, സാധാരണ 2 ലക്ഷത്തിന് താഴെ ഈടില്ലാതെ കൊടുക്കാം, അതുപോലും അവർ കൊടുക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ പോയിട്ട് ലോൺ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SBI ബാങ്കിന് മുന്നിൽ പോയി ഇവരെ തടഞ്ഞ് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ. അപ്പോൾ പണ്ടൊക്കെ വരുന്ന ആൾക്കാർ ഒരു 5 വർഷം 7 വർഷം മുമ്പ് വന്ന ആൾക്കാരെല്ലാം ലോൺ എടുക്കുമായിരുന്നു, ഏകദേശം ലോൺ എടുത്ത്. പക്ഷെ നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് അടയ്ക്കാത്തതിന് പേരിലായിരുന്നു കർക്കശമായിട്ട് ബാങ്ക് മാനേജർമാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ, സമരങ്ങളും കാര്യങ്ങളും നമ്മുടെ നിവേദനങ്ങളൊക്കെ കൊടുക്കാൻ പ്രകാരം അതിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് ലോണൊക്കെ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. പിന്നെ ഈടുള്ളവർക്ക് സാധാരണ രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ തൊഴിലെന്തെങ്കിലും ചെറിയ രീതിയിൽ കാണിക്കണം, എന്നാലുള്ള കിട്ടത്തുള്ളൂ. ബാങ്കിലൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ പൊതുവായുള്ള കാര്യങ്ങളാണ്. കാര്യം ഇപ്പം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾ പ്രവാസികളാണ്, നിങ്ങൾ പല മീറ്റിങ്ങുകളൊക്കെ പോകുന്നവരായിരിക്കും. അപ്പം അങ്ങനെ പോകാത്തവരൊക്കെ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് ഇങ്ങനെയുള്ള. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ പണ്ട് ആൾക്കാർക്ക് നമ്മൾ 100 പേർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നിന്നുപോയി. ചില ബാങ്കുകളിൽ നമ്മളിപ്പം ഇവിടെ ആർക്കും കൊടുക്കുന്നത് കുറെ കാലമായിട്ട് അല്ലേ? കൊടുക്കുന്നുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒന്നുമില്ലാതെ നമ്മുടെ ഇവിടെ ബാങ്കൊക്കെ കാലിയാണ് ഇവിടുത്തെ. നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് ചെലവാക്കാനുള്ള പൈസയേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ഇതായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ പരിപാടികളൊക്കെ കുറഞ്ഞു, മീറ്റിങ്ങുകൾ കുറഞ്ഞു. അത് കാരണം അപ്പൊ അതൊക്കെ നിങ്ങളും കൂടെ ഇതിന്റെ ഈ ഭാരവാഹികൾ ഇവര് ചെയ്യുന്നവര് നിങ്ങളൂടെ ഒന്ന് രംഗത്തിറങ്ങി പ്രവർത്തിക്കണം. കാര്യം നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരാളോട് പറയുന്നത് ഇവിടെ നമ്മുടെ ഒരു പ്രവാസി ഓഫീസുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ സമുദായത്തിൽ എവിടെയെങ്കിലും പള്ളികളിൽ അല്ലെങ്കിൽ SNDP യോഗങ്ങളിൽ അല്ലെങ്കിൽ NSS കരയോഗത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവരോട് പറയുന്നത് നമ്മുടെ പ്രവാസിയുടെ ഓഫീസ് നിങ്ങൾ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് മെമ്പർഷിപ്പ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ അവിടെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ പറയണം. നിങ്ങൾ ഇപ്പൊ ഈ കമ്മിറ്റിക്കാർ മാത്രം ഭാരവാഹികൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളും ഇതിൻ്റെ അകത്ത് ഓരോരുത്തരും നമ്മുടെ സംഘടനയുടെ മെമ്പറും ID കാർഡും ഉള്ളവരാ നിങ്ങൾ. അപ്പൊ നിങ്ങളും ഇതിൻ്റെ അകത്ത് ഭാവിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടവരാ, ഇതിനകത്ത് കമ്മിറ്റി വരേണ്ടവരാ. അപ്പൊ നിങ്ങളൂടെ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ എല്ലാ രേഖകളിലും, അതായത് പള്ളിയിലോ നമ്മളതുപോലെ തന്നെ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്നു, അവിടെയൊക്കെ വരുന്നവരെ നമ്മുടെ സ്വന്തക്കാരൊക്കെ പറയുക, നമ്മുടെ കൂട്ടത്തിലുള്ളവർ, നമ്മുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ, സമുദായത്തിൽ ഇല്ലെങ്കിൽ തന്നെ ആൾക്കാരില്ലെങ്കിൽ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്ത പല ആൾക്കാരും, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ വിളിക്കുമ്പോഴാണ് മോനെ നിങ്ങൾ നമ്മുടെ പ്രവാസിയുടെ ഒരു ഇതെടുക്കണം, 40 വയസ്സായി അവർക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ മേടിക്കും, പെൻഷന് ചേരും. കൂടുതൽ നാൾ അടച്ചു കഴിഞ്ഞാൽ 20,000 40 അടച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 6,000 7,000 രൂപ പെൻഷൻ കിട്ടും. 60 വയസ്സാകുമ്പോൾ 35 വയസ്സിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും 6,000 രൂപ പെൻഷൻ കിട്ടും. ഈ 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ, അതായത് അവര് ഇതിൽ അംഗമല്ല, അവർക്ക് ചേർന്നുകൊണ്ട് വല്ല പോകുന്നുണ്ട്, ചേരാൻ പറ്റുമോ? 60 വയസ്സിന് താഴെയുള്ളവരോ? കഴിഞ്ഞവർക്ക് നമുക്ക് മെമ്പറാകാം. മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അവർക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അവർക്ക് 250 രൂപ മെമ്പർഷിപ്പ് ഉണ്ട് ഇവിടെ, പൈസ ഇല്ലാത്തവരാണെങ്കിൽ. അല്ലാത്തവർക്ക് ലൈവ് എടുക്കാം. ലൈവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ. അപ്പം ഇത് അല്ലാത്തവർ 250 രൂപ എടുക്കാമല്ലോ. അവർക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ എൻ്റെ വേണ്ടി 200 രൂപ പൈസ ഇല്ലാത്തവർ, എൻ്റെ പൈസ ഇല്ല, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടാണ്, എനിക്ക് പെൻഷനൊന്നും ഇല്ലാത്ത ആളാണ്, അവർ 250 രൂപ എടുത്താൽ മതി, ലൈവ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സാമ്പത്തികം എല്ലാവർക്കും കാണും. ഒരു ലൈഫ് എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഒന്നും പുതുക്കണ്ട. അപ്പം മറ്റു ആനുകൂല്യങ്ങൾ മേടിക്കാം. പിന്നെ നമ്മുടെ സംഘടനയുടെ ഒരു ഭാഗമാകാം. ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു എല്ലാവരെയും കൂട്ടി, അല്ലെങ്കിൽ അവർ വരുന്നവരെ നമ്മുടെ ഒരു സമ്മേളനം നടത്തുമ്പോഴുണ്ടല്ലോ ഒരു 50 രൂപ രജിസ്ട്രേഷൻ മേടിക്കും, അല്ലെങ്കിൽ ഒരു 50 രൂപ രജിസ്ട്രേഷൻ മേടിക്കും, 100 രൂപ രജിസ്ട്രേഷൻ മേടിച്ച് അവർ തരും. പൈസ ഉള്ളവർ തരും, പൈസ ഇല്ലാത്തവർ വേണ്ട. പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ
അപ്പോൾ അവർ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവരമായ നല്ല രീതി ഇപ്പം ഞാൻ ഇന്നലെ നമ്മുടെ ഒരു സമ്മേളനത്തിന് ഞാൻ പോയി. രാത്രി നമ്മുടെ 2 പരിപാടി ഉണ്ടായിരുന്നു, സംഘടനയുടെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ഈ ബാലജൻ സഖ്യത്തിൽ ഒരു സംസ്ഥാന ഭാരവാഹിയായിരുന്നു, മനോരമയുടെ ബാലജൻ സഖ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മനോരമയുടെ ബാലജൻ സഖ്യം? അപ്പോൾ അതിൻ്റെ എക്സ് ലീഡേഴ്സ് ഉണ്ട് കുറേ. അപ്പോൾ അവിടെ എല്ലാ വർഷവും അവർ സമ്മേളനം വിളിക്കുന്നുണ്ട്. അവിടെ 500 രൂപ കൊടുക്കണം. അത് ഹോട്ടലിലാണ് വെച്ച് നടത്തുന്നത്. അപ്പോൾ അവർ ഉച്ചയ്ക്കത്തെ ഫുഡ് തരും. അവർക്ക് എന്നിട്ട് ആ പൈസ 1000-200 രൂപ കൂടുതലൊന്നും ആകത്തില്ല. ഒരുമിച്ച് കൊണ്ട് വലിയ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ് നടത്തിയത്. സ്റ്റാർ ഹോട്ടലല്ല, ഒരു മീഡിയം 3 സ്റ്റാർ ഹോട്ടലില്ല. അതും എക്സ് ലീഡേഴ്സിൻ്റെ ഒരു മെമ്പറായിരുന്നു, ഒരു ഭാരവാഹിയാണ്, സംസ്ഥാന ഭാരവാഹിയാണ്. ഞാനൊരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. മനോരമ ബാലൻസ് ചില 15 വയസ്സിന് താഴെയുള്ള സംഘടന. അപ്പോൾ അതിനകത്ത് നേതാക്കന്മാരൊക്കെ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ അസനെ അങ്ങനെയുള്ള വലിയ പ്രകടനമായിട്ട് രമേശ് ചെന്നിത്തലയായിരുന്നു ഇന്നലത്തെ പരിപാടി കാരണമൊക്കെ. അപ്പോൾ അതിനകത്ത് അസനെ അതുപോലെ തന്നെ സുധീരനെ പഴയ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാ SFIയിലൊക്കെ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ BJPക്കാരൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഏത് രീതിയിലോട്ടാണ് പോകുന്നത്, അതിനകത്ത് വരുന്നവർ ഏത് പാർട്ടിയിലോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല അവരുടെ വലുതായി കഴിയുമ്പോൾ. അപ്പോൾ പണ്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമക്കാർ ഈ കോൺഗ്രസിലോട്ടാണ് ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഒരു കോൺഗ്രസിൻ്റെ ഒരു കയറ്റുണ്ടായിരുന്നു ഒരു 20 വർഷം മുമ്പ്. അത് കഴിഞ്ഞിപ്പോൾ അവർ ഷോപ്പാക്കി. ഇപ്പോൾ എല്ലാവർക്കും പൊതുവെ ഉള്ള സംസ്ഥാന പ്രസിഡന്റിന് രാഷ്ട്രീയം ഇല്ലാതെയാണ് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നാലും ചിലരൊക്കെ രാഷ്ട്രീയത്തിലോട്ട് വരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവർ പൈസ മേടിച്ചിട്ട് 500 രൂപ. 500 രൂപ വേണ്ട, നമുക്ക് 500 ഒന്നും മേടിക്കണ്ട, നമുക്കൊരു 50 രൂപ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ 100 രൂപ മേടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല ഹോട്ടലിൽ ഒരു അങ്ങനെ ഒരുമിച്ചാകുമ്പോഴത്തേക്ക് 100 രൂപ കൂടുതലൊന്നും ആകത്തില്ല ഒരു ഫുഡിനൊന്നും. അപ്പോൾ നല്ല ഹോട്ടലിൽ വെക്കാൻ പറ്റും. 100-200 പേർ പങ്കെടുക്കുന്ന ഹോട്ടലിൽ ഇരിക്കുന്നത്. ഞാനിത് അങ്ങനെ ആലോചിക്കും, സാമ്പത്തികമില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ കഴിവുള്ളവർ തരട്ടെ. 100 രൂപ തരുന്നവർക്ക് 100 രൂപ വന്ന് തരുന്ന അവരുടെ ഒരു ദിവസത്തെ ആഹാരവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലും പരിപാടിയും പിള്ളേരുടെ പരിപാടി എല്ലാം കൂടെ നടത്തി പാട്ടും അങ്ങനെയുള്ള പരിപാടികൾ അതൊന്നും ആലോചിക്കും കേട്ടോ. നിങ്ങളെല്ലാം ഒന്ന് ആലോചിക്കും. അപ്പോൾ അത് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ആലോചിക്കുക. അപ്പം നമുക്ക് വിവരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചകളും നിങ്ങളുടെ ചർച്ചകളും നിങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് നടത്തി പിരിയാം. അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഉച്ചയ്ക്കത്തെ ഫുഡും കഴിയും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിള്ളേരുടെ പരിപാടി, പിള്ളേരുടെ വേണമെങ്കിൽ ഓട്ടോ ചാട്ടോ അവരുടെ പാട്ട് കലാകാരമായ വാർത്തകൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് എല്ലാം നമുക്ക് എല്ലാ ഭാഗത്തും ഇപ്പം ഏത് ഗവൺമെൻറ് വന്നാലും നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാ ഗവൺമെൻറ് വന്നാലും നമുക്ക് നിവേദനം കൊടുത്താലും അവരൊക്കെ സ്വീകരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുപോലെ നടത്തി തരുവാനൊക്കെ പ്രാവശ്യം ഉമ്മൻചാണ്ടി സാർ എന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറാണ് നമുക്ക് ബാങ്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നമ്മുടെ ഒരു ബാങ്കുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് പ്രവാസിയുടെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ തുടങ്ങാം, അതിൻ്റെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങാം. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ തുടങ്ങാം. നമുക്ക് ഇവിടെയുള്ളവരൊക്കെ അതിനകത്ത് മെമ്പർമാരുണ്ട്, ഷെയർ എടുത്തിട്ടുണ്ട്, പണം അവിടെ ഇടുന്നുണ്ട്, തൃശ്ശൂർക്കാർ പണം ഇടുന്നുണ്ട് അവിടെ നമ്മളെ ബാങ്കിൽ. അപ്പോൾ ഡിപ്പോസിറ്റ് ഉണ്ട്, ചിട്ടി തരാം, ഇങ്ങനെയൊക്കെയുള്ളവരും എല്ലാം ഉണ്ടെങ്കിൽ